ഹായ്. 4.25 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1210 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു വീടിന്റെ പ്ലാനും 3D ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഹനീദ്, അനുരാജിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനായിട്ടോ അല്ലെങ്കിൽ വീടിന്റെ പ്ലാനോ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ചാൽ മതി. നേരെ വീട്ടിലേക്ക് എടുക്കാം. 1210 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ ഏരിയ വരുന്നത്. 3 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഇനി ഈ വീടിന്റെ എലിവേഷൻ ഡിസൈനും പ്ലാനും ഒക്കെ ഒന്ന് കാണാം. ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 230-190 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അടുത്ത ലിവിംഗ് ഏരിയ ആണ്. 330-300 എന്നാണ് ലിവിംഗ് ഏരിയ. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡൈനിനോട് ചേർന്ന് ഇവിടെ കിച്ചൺ, വർക്ക് ഏരിയയും കാണാവുന്നതാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ഇതൊരു ബെഡ്റൂം 330-300 സെന്റിമീറ്റർ എന്ന അളവിൽ. ഇത് രണ്ടാമത്തെ ബെഡ്റൂം 360-300 സെന്റിമീറ്റർ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂം 360-300 സെന്റിമീറ്റർ എന്നാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. പ്ലാനിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ 3D പ്ലാൻ കണ്ടുനോക്കാം. ഇവിടെ സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. ഇവിടെ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, 3 ബെഡ്റൂമുകളൊക്കെ ഇതിൽ. നമുക്ക് അതിന്റെ സ്പേസ് കാര്യങ്ങളൊക്കെ എത്ര വരുമെന്നുള്ളത് ബെഡ് ഇടുന്ന സമയത്ത്, അതുപോലെ ഡൈനിങ് ടേബിൾ, സോഫയൊക്കെ വരുമ്പോൾ എത്ര വരും അതിന്റെ സ്പേസ് എന്നുള്ളത് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വീടിന്റെ പ്ലാനും 3D ആയി കണ്ടല്ലോ. നമുക്ക് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. 4 ലക്ഷം രൂപയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ കോസ്റ്റ് വരുന്നത്. 2 അടി താഴ്ചയിൽ കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ബെൽറ്റിന് മുകളിൽ PCC കോൺക്രീറ്റ് ചെയ്യുന്നത് വരെയുള്ള കോസ്റ്റാണ് ഈ പറഞ്ഞത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം. അടുത്തായിട്ട് ഇതിന്റെ സ്ട്രക്ചർ വർക്കാണ്. അത് ബ്രിക്ക് വർക്ക് മുതൽ ലിൻഡിൽ, സൺഷെയ്ഡ്, റൂഫ് സ്ലാബ് വരെയുള്ള വർക്കിന് 9,35,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ 13,36,000 രൂപ സ്ട്രക്ചർ വർക്കിന് കോസ്റ്റ് വരുന്നുണ്ട്. നമുക്കിതൊരു 1200 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഏരിയ വരുന്നത്. അപ്പോൾ സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് 13.5 ലക്ഷം രൂപ കോസ്റ്റ് വരുന്നത്. നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോയിൽ 1400 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കൊന്നൊരു 13 ഈ ഒരു റേറ്റിനടുത്ത് 14 ലക്ഷം രൂപയുടെ അടുത്താണ് അതിന്റെ സ്ട്രക്ചർ വർക്ക് വന്നിട്ടുള്ളത്. അതായത് ഇതിനേക്കാൾ 200 സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ളത്, അതായത് 1400 സ്ക്വയർ ഫീറ്റിൽ മേലെ വരുന്ന ഒരു വീടിന്റെ സ്ട്രക്ചർ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 14 ലക്ഷം രൂപയും 1200 ചെയ്തപ്പോൾ 1200 സ്ക്വയർ ഫീറ്റിന്റെ വീടിന് 13.5 ലക്ഷം രൂപയും. അതായത് നിസ്സാര വ്യത്യാസമുള്ളൂ. പക്ഷേ ഒരു 200 സ്ക്വയർ ഫീറ്റ് കുറവായിട്ടും ചെറിയ കുറവ് ഇവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോസിൽ പറയുന്നത് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിന് വർക്ക് എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ. നമ്മൾ ഓരോ വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരേ ഏരിയ ആയാൽ പോലും പ്ലാനിനനുസരിച്ച് ചില വീടുകൾക്ക് ഭിത്തികൾ കൂടുതലുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ വർക്ക് എന്ന് പറയുമ്പോൾ ഭിത്തി, അതുപോലെ ഫൗണ്ടേഷൻ, ഒരുപാട് ഭിത്തികൾ വരുമ്പോൾ അതിന്റെ താഴേക്ക് ഫൗണ്ടേഷൻ വേണ്ടി വരും, അതിന്റെ മുകളിലൊക്കെ ലിൻഡൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ കോസ്റ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. അടുത്തതിന്റെ ഫിനിഷിംഗ് വർക്കുകൾ, അതായത് പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ടൈല്, ഡോർ, വിൻഡോ, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഇങ്ങനെയൊക്കെ വരുന്നത് 11,23,000 രൂപയാണ് അതിന് വരുന്നത്. അപ്പോൾ ആകെ 24,59,630 രൂപ, അതായത് 24,60,000 രൂപ ഒരു വീടിന് ചിലവ് വരുന്നുണ്ട്. 1210 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 2,033 രൂപ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ, അതിൽ എർത്ത് വർക്ക് 12,000 രൂപ വരുന്നുണ്ട്. കരിങ്കല്ലിൻ്റെ വർക്കിന് 1,61,000 രൂപ. RCC ബെൽറ്റ് 92,000 രൂപ വരുന്നുണ്ട്. എർത്ത് ഫില്ലിങ് കാര്യങ്ങളൊക്കെ വെച്ച് 65,000. പിന്നെ അതുപോലെ PCC കോൺക്രീറ്റ് 68,000 രൂപ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ വരുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കോസ്റ്റ് ഈ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്. 1200 സ്ക്വയർ ഫീറ്റിൻ്റെ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1400 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഫൗണ്ടേഷനും ഏതാണ്ട് ഇതിനേക്കാൾ കുറച്ച് കൂടുതലേ വന്നിട്ടുള്ളൂ. കാരണം അതിൽ ഭിത്തികളുടെ നീളം കുറവാണ്. ഈ വീടിന് ഏതാണ്ട് ഒരു 80 മീറ്ററിൻ്റെ അടുത്ത് ഭിത്തിയുടെ നീളം വരുന്നുണ്ട്. അപ്പോൾ ഈ 1400 സ്ക്വയർ ഫീറ്റ് വീടിനും ഏതാണ്ട് ഇത്ര തന്നെ വരുന്നുള്ളൂ. നിസ്സാര കുറച്ച് കൂടുതലുള്ളൂ. ചിലപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരേ ഏരിയ വരുന്നതുകൊണ്ട് ഒരേ റേറ്റിന് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് 4 ലക്ഷം രൂപ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് സ്ട്രക്ചർ വർക്ക്. അത് ബ്രിക്ക് വർക്കിന് 4,75,000 രൂപ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലിൻഡൽ, സൺഷെയ്ഡ് 1,60,000
1,06,000 രൂപ വരുന്നുണ്ട്. റൂഫ് സ്ലാബ് 3,50,000 രൂപേൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 9,35,000 രൂപ വരുന്നുണ്ട് സ്ട്രക്ചർ വർക്കിൻ്റെ ഈ ഒരു സ്റ്റേജിൽ മാത്രം. അങ്ങനെ ആകെ 13,36,000 രൂപയും വരുന്നുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളാണ്. ഇപ്പോൾ പ്ലാസ്റ്ററിങ്ങിന് 3,12,000, പെയിൻറ്റിങ്ങിന് 2,30,000, ടൈല് 2,00,000, പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡോറ് 3,75,000 രൂപ. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നമുക്കൊരു 11,23,000 രൂപ വരുന്നുണ്ട്. അങ്ങനെയാണ് 24,60,000 രൂപ ഒരു വീടിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട് വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് കഴിയുമ്പോൾ എത്രയാവും എന്നുള്ളത്. അത് നമ്മൾ ഏകദേശം ഒരു നമ്മുടെ ബജറ്റിൻ്റെ 50% ആണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 20 ലക്ഷം രൂപയുടെ ബജറ്റുള്ള ഒരു വീടാണെങ്കിൽ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 11 ലക്ഷമൊക്കെയാണ് എൻ്റെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള പല വീഡിയോസിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ വർക്ക് നമ്മുടെ ബജറ്റിൻ്റെ പകുതിയുടെ അടുത്ത് എന്തായാലും പകുതിയോ ഒരു കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ നോക്കുകയാണെങ്കിൽ 24 ലക്ഷം രൂപയാണ് ടോട്ടൽ ബജറ്റ് വരുന്നത്. പക്ഷേ സ്ട്രക്ചറൽ വർക്കിന് മാത്രം ഒരു 13 ലക്ഷം രൂപയോളം കോസ്റ്റ് വരുന്നത്. അതായത് പകുതിയിലധികം കുറച്ചധികം വരുന്നുണ്ട്. അത് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൗണ്ടേഷനും അതുപോലെ വാളിൻ്റെ ഒക്കെ നീളം കൂടുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വീടിൻ്റെ പ്ലാനും ഡിസൈനെ സംബന്ധിച്ച് വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടമെങ്കിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.